പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ ലോകം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ലിവ് ഫോർ യുവർ സെൽഫ്, ഫോർ യുവർ ഡ്രീംസ്, ഫോർ യുവർ പ്ലാൻസ്, ഫോർ യുവർ സക്സസ്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 20-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇത് ജീവിതം നഷ്ടപ്പെടുന്ന ഒരു വചനമല്ല, ജീവിതം കണ്ടെത്തുന്ന ഒരു വചനമാണ്. ദൈവമക്കളെ, നാം സ്വയം നിയന്ത്രിക്കുമ്പോൾ നാം ക്ഷീണിക്കുന്നു. പക്ഷേ ക്രിസ്തുവിന് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നാം സ്വതന്ത്രരാകുകയാണ്. ഈ ഒരു നോമ്പ് കാലം സ്വയം പരിത്യജിക്കലിൻ്റെ, തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നതിൻ്റെ ഒരു കാലമായിട്ട് മാറണം. നമ്മുടെ അഹങ്കാരം, നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ ജീവിതം തന്നെ യേശുക്രിസ്തുവിന് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ഒരു പുതിയൊരു ജീവിതം നമ്മുടെ മുന്നിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. ഇന്നത്തെ ശാസ്ത്രലോകം നമ്മളോട് പറയുന്നുണ്ട്, സീഡ് മസ്റ്റ് ഡൈ ടു പ്രൊഡ്യൂസ് ലൈഫ്. വിത്ത് മരിച്ചാൽ ജീവൻ പൊട്ടിപ്പുറപ്പെടുകയുള്ളൂ. ഇതുപോലെ തന്നെ ഞാൻ തന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ സമാധാനം, കൃപ, ഐശ്വര്യം കടന്നു വരുന്നു. ദൈവമക്കളെ, ഈ നോമ്പ് കാലം നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഇനി എൻ്റെ ജീവിതം ഞാൻ ജീവിക്കട്ടെ എന്നല്ല, നീ എന്നിൽ ജീവിക്കണം. ഞാൻ സ്വയം പരിത്യജിക്കുമ്പോൾ ക്രിസ്തു നമ്മിലേക്ക് കടന്നു വരികയാണ്. കാരണം യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ മാതൃക നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സമർപ്പണ ജീവിതത്തിൽ, നമ്മുടെ വൈദിക ജീവിതത്തിൽ നാം മറ്റുള്ളവർക്കായിട്ട് ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം ലോകത്തിന് മുന്നിൽ ഞാൻ കൊടുക്കുകയാണ്. യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.